ഇതാണ് നമ്മുടെ ബക്കറ്റ് ചിക്കൻ ബിരിയാണി. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ നിഷാദ്. ഞങ്ങൾ 3 ഫാമിലി കൂടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് നീണ്ട 13 വർഷത്തെ കുവൈറ്റ് പ്രവാസ ജീവിതം താൽക്കാലികമായി നിർത്തി നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത സ്ഥലം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെയുള്ള ഫുഡ് സിറ്റി റെസ്റ്റോറൻ്റാണ്. സോ അതിലെ കാഴ്ചകളുമായി പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് സിറ്റി റെസ്റ്റോറൻറ്റ് ന്യൂ റിഗെ 5th റിങ്ങിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. എക്സാക്റ്റ് ലൊക്കേഷൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഏകദേശം 4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. ഫുഡ് സിറ്റി റെസ്റ്റോറൻറ്റ് ആംബിയൻസ് എടുത്തു പറയേണ്ടത് തന്നെ. ഇൻറ്റീരിയർ ഡിസൈൻ സൂപ്പർ എന്ന് തന്നെ പറയാം. ഏകദേശം 7 വർഷമായി നമ്മുടെ ന്യൂ റിഗയിൽ ഇത് പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ ജോലിക്കാർ എല്ലാം തന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സബ റീജിയൻ ഏകദേശം 20 ഹോസ്പിറ്റൽസ് ഏക ആശ്രയമാണ് ഈ ഹോട്ടൽ. സ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് നിരവധി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതുപോലെ ലേഡീസ് ആൻഡ് ബോയ്സ് MOH ഹോസ്റ്റലുകൾക്ക് സുപരിചിതവും ഇവിടുത്തെ മസാല ദോശ, പൊറോട്ട, പൂരി ബജ്ജി ഒക്കെ ഓരോ റിഗയിലെ വീട്ടിലും പരിചിതവുമാണ്. തികച്ചും ഹോംലി ഫുഡ് എന്ന് തന്നെ പറയാം. ആദ്യമേ തന്നെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പ് വന്നു. ഇത് കോഴി കുരുമുളക് ചാറ് എന്നാണ് അവരിതിനെ നാമകരണം ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു. സ്റ്റാർട്ടറാണ്. ഇതിൻ്റെ പേര് കുഞ്ഞൻ കോഴി. സ്റ്റാർട്ടറോട് തീരുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കാന്താരി ചിക്കൻ. ജിഞ്ചർ ഗാർലിക് മാഗ്നേഷൻ ചെയ്ത് വെച്ച് നമ്മുടെ സ്പെഷ്യൽ മസാല കാന്താരി അരച്ച് മസാലയിൽ ഗ്രില്ല് ചെയ്യുന്നു. പുതിനയും ചട്നിയും ചേർത്താണ് ഇത് കഴിക്കേണ്ടത്. അടുത്ത ഡെസേർട്ട് എന്ന് പറയുന്നതാണ് ചിക്കൻ പിക്കാട്ട. ഇതും സെയിം ജിഞ്ചർ ഗാർലിക് ബ്ലാക്ക് പെപ്പർ ലൈറ്റായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് എഗ്ഗ് ആൻഡ് ചീസ് ഇട്ട് ബീറ്റ് ചെയ്തിട്ട് വീണ്ടും ഗ്രില്ല് ചെയ്യുന്നു. അപാര ഐറ്റം. ഒരു വെറൈറ്റി സാധനം കേട്ടോ. ഇതിൻ്റെ പേര് കാന്താരി ചിക്കൻ. സൂപ്പറാ. വിളിച്ചോട്ടോ, എങ്ങനെയുണ്ടാ? ഹലോ, നന്നായിട്ടുണ്ട്.
നമ്മുടെ കുവൈറ്റിൽ അധികം റെസ്റ്റോറൻറ്റിലൊന്നും കിട്ടാത്ത ഒരു ഐറ്റമാണ് ബക്കറ്റ് ബിരിയാണി. നല്ലൊരു അടിപൊളി പാക്കിങ്ങോട് കൂടി ഏകദേശം 4-5 പേർക്ക് സുഖമായി കഴിക്കാൻ തക്കതായി പാക്ക് ചെയ്ത് വന്ന ഒരു കിടിലൻ ഐറ്റം. വെറും 4 കടിക്ക്. ചിക്കൻ പീസസ് ഒക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ലൈറ്റ് യെല്ലോ കളർ നിറഞ്ഞ റൈസ്, വെൽ കുക്ക്ഡ് പീസസ്, അലങ്കാരമായ നാടൻ മുട്ടകളും. ഇത് ഫുഡ് സിറ്റി സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്. കാണുമ്പോൾ തന്നെ നാവിൽ രുചി വരുന്നൊരു ഐറ്റമാണ്. 2 ഫാമിലി ഒരുമിച്ച് വന്നാൽ ഇവിടുത്തെ ജോളിയായിട്ട് കഴിച്ചിട്ട് പോകും കേട്ടോ. പെരുന്നാളൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സായിട്ട് വന്ന് ബാച്ചിലേഴ്സിന് തീർക്കാൻ പറ്റിയ കിടക്കാച്ച ഐറ്റംസ് ഉണ്ട് ഇവിടെ. ചിക്കൻ 65 കിടപ്പിടിക്കുന്ന നല്ല റോസ്റ്റ് പീസസ്. കാണുന്ന പോലെ തന്നെ ടേസ്റ്റ്. ഫിഷ് നിർവ്വാണം ഇത് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തിട്ടാണ്. നെയ്മീനാണ്, മാംഗോ എല്ലാം വരുന്നതാണ്. നല്ലൊരു കറിയത്. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഫിഷ് നിർവ്വാണ ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളത്. നിരവധി വ്ലോഗുകളിൽ കണ്ടിട്ടുള്ള ഈ എമണ്ട സാധനം ഒരു ഡിഷ് വന്നപ്പോൾ തന്നെ എന്നെ അതിശയിപ്പിച്ചത് ഇതിനൊരു പുളിയില്ല എന്നുള്ളതാണ്. ബട്ട് നല്ല ക്രീമി ആയിട്ട്, ലൈറ്റ് സ്വീറ്റ് ആയിട്ട്, അത് നല്ല റിച്ച് ആയിട്ട്, ശരിക്കും പറയുവാണെങ്കിൽ ഇവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് തന്നെ എന്ന് തന്നെ പറയാം. പാൽക്കപ്പ കൂന്തൽ പെപ്പർ മസാല. പൊറോട്ട. കേരളത്തിൽ കുറച്ച് നാളായി ട്രെൻഡിങ് ഉള്ള ഐറ്റമാണല്ലോ പാൽക്കപ്പ. ഇത് കഴിച്ചാൽ സത്യം പറഞ്ഞാൽ സ്വർഗം കാണും. കുവൈറ്റിലും ഇതിപ്പോൾ ഉണ്ടെന്നറിഞ്ഞില്ലേ? ഗംഭീര സാധനം തന്നെ. എൻ്റെ പൊന്നോ, വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ കൊതി കൊണ്ട് എൻ്റെ കിളി പോയി. ഇത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ. എന്തായാലും നോക്കണം കേട്ടോ, വെറൈറ്റി സാധനം. ഇവര് കണ്ണൂരാ, അവര് പത്തനംതിട്ട. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഹോംലി അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും എല്ലാ വിഭവവും ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ മനസ്സ് നിറഞ്ഞ് നമുക്ക് സംതൃപ്തിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റും. സോ ഇതിൻ്റെ ലൊക്കേഷനും കോൺടാക്റ്റ് നമ്പറും ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. സോ പ്ലീസ് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു.